ഗുഡ് മോർണിംഗ്. TKM അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. CSCBയുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആവർത്തിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഈസ് ആക്ട് നമ്പർ ഓഫ് ഡാഷ്. ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് KCS ആക്ട് എന്നറിയപ്പെടുന്നു. 1969 നടപ്പിലാക്കിയത്. ഇത് ആ വർഷത്തെ എത്രാമത്തെ നമ്പറാണ്? ഈ നിയമം എത്രാമത്തെ നമ്പറായിട്ടാണ് നടപ്പിലാക്കിയത്? ഓപ്ഷൻ A 21, B 22, C 15, D 10. കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ 21. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. 21 ഓഫ് നമ്പർ ഓഫ് 21 ആണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് KCS ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നാണ് നിലവിൽ വന്നത്? KCS ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ A 16/5/1969, 14/7/1969, C 15/5/1969, D 15/7/1969. കറക്റ്റ് ആൻസർ 15/5/1969 KCS ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? C ആണ്. കറക്റ്റ് ആൻസർ C 15/5/1969. അടുത്ത ക്വസ്റ്റ്യൻ: ദ KCS ആക്ട് ഈസ് ടു ബി ഇനാക്റ്റഡ് ബൈ. KCS ആക്ട് പാസ്സാക്കുന്നത് ആരാണ്? KCS ആക്ട് പാസ്സാക്കുന്നത് ആരാണ്? ഓപ്ഷൻ A ദ ഗവൺമെൻറ്, B ദ പാർലമെൻറ്റ്, C ദ രജിസ്ട്രാർ, D സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്, അഥവാ D ആണ് കറക്റ്റ് ആൻസർ. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും അറിയപ്പെടുന്നു. ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, അതായത് MLA മാർ, ഭരണപക്ഷം, പ്രതിപക്ഷം, അതുപോലെ സ്പീക്കർ, ഇവരെല്ലാവരും കൂടെ കൂടുന്നതാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അപ്പോൾ ആക്ടിനാണ് പ്രാധാന്യം. റൂളിനേക്കാളും പ്രാധാന്യം ആക്ടിനാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ് KCS ആക്ട് പാസ്സാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ KCS റൂൾസ് ഈസ് ടു ബി ഫ്രെയിംഡ് ബൈ. നമുക്കറിയാം KCS ആക്ടിൽ സെക്ഷൻസും ഉണ്ട്, റൂൾസും ഉണ്ട്. അപ്പോൾ ആക്ട് പാസ്സാക്കുന്നത് ആരാണ്? KCS ആക്ട് പാസ്സാക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ KCS റൂൾസ് പാസ്സാക്കുന്നത് ആരാണ്? ഓപ്ഷൻ A ദ ഗവൺമെൻറ്, ദ പാർലമെൻറ്റ്, ഓപ്ഷൻ C ദ രജിസ്ട്രാർ, ഓപ്ഷൻ D സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അപ്പോൾ KCS റൂൾസ് പാസ്സാക്കുന്നത് ഗവൺമെൻറ് ആണ്, ദ ഗവൺമെൻറ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ A ആണ്. അപ്പോൾ ആക്ട് പാസ്സാക്കുന്നത് ആരാണ്? ആക്ട് പാസ്സാക്കുന്നത് ലെജിസ്ലേച്ചറാണ്, ലെജിസ്ലേച്ചർ. എന്നാൽ റൂൾസ് പാസ്സാക്കുന്നത് ആരാണ്? റൂൾസ് പാസ്സാക്കുന്നത് ഗവൺമെൻറ്റാണ്, ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് റൂൾസ് പാസ്സാക്കുന്നത്. ദർ ആർ ഡാഷ് സെക്ഷൻസ് ആൻഡ് ഡാഷ് റൂൾസ് ഇൻ KCS ആക്ട്. KCS ആക്ടിൽ എത്ര സെക്ഷൻ ഉണ്ട്, എത്ര റൂളുകളുണ്ട്? ഓപ്ഷൻ A 100 സെക്ഷൻസ് ആൻഡ് 201 റൂൾസ്. ഓപ്ഷൻ B 110 സെക്ഷനും 200 റൂളും. C 110 സെക്ഷൻ 210 റൂൾസ്. D 110 സെക്ഷൻ 201 റൂൾസ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ D ആണ്. 110 സെക്ഷനുകളും 201 റൂളുകളാണുള്ളത്. 110 സെക്ഷൻസ്. എത്ര സെക്ഷനാണുള്ളത്? 110 സെക്ഷനും 110 സെക്ഷനുകളും 201 റൂളുമാണ്, 201 റൂൾസുമാണ് KCS ആക്ടിൽ പ്രസൻറ്റിൽ നിലവിലുള്ളത്. 110 സെക്ഷന്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? D ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദർ ആർ ഡാഷ് അപ്പൻഡിക്സ് അറ്റാച്ച്ഡ് ടു കേരള കോഓപ്പറേറ്റീവ് റൂൾസ് 1969. KCS ആക്ട് 1969 KCS ആക്ടിൽ എത്ര അപ്പൻഡിക്സുകളാണുള്ളത്? അപ്പൻഡിക്സുകൾ എത്ര ഉണ്ട്? ഓപ്ഷൻ A 3, ഓപ്ഷൻ B 4, ഓപ്ഷൻ C 5,
ഡി 10. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എ ആണ്. 3 അപ്പൻഡിക്സുകളാണുള്ളത്. ഓർത്തിരിക്കുക. അടുത്തത്, ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് അറ്റാച്ച്ഡ് ടു KCS ആക്ട് ഈസ് ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 10. എത്ര ഷെഡ്യൂളുകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിലുള്ളത്? എത്ര ഷെഡ്യൂളുകൾ എത്രയുണ്ട്? 3 ആണോ, 4 ആണോ, 5 ആണോ, 10 ആണോ? അപ്പൻഡിക്സ് നമ്മൾ പറഞ്ഞു 3 ആണെന്ന് പറഞ്ഞു. അപ്പൻഡിക്സ് 3. എന്നാൽ ഷെഡ്യൂളുകളും 3 തന്നെയാണുള്ളത്. ഷെഡ്യൂളുകൾ എത്രയാണ്? 3. അപ്പോൾ ഓർത്തിരിക്കുക, അപ്പൻഡിക്സുകൾ 3, ഷെഡ്യൂളുകളും 3 തന്നെയാണുള്ളത് എന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ദ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള ഈസ്. കേരളത്തിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആരാണ്? ഓപ്ഷൻ എ ചീഫ് മിനിസ്റ്റർ, ബി കോപ്പറേറ്റീവ് മിനിസ്റ്റർ, സി രജിസ്ട്രാർ, ഡി ഗവൺമെൻറ്. ആരാണ്? കറക്റ്റ് ആൻസർ സി ആണ്, ദ രജിസ്ട്രാർ. രജിസ്ട്രാർ ആണ് ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള. കേരളത്തിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? രജിസ്ട്രാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ് ഈസ് ഡാഷ് ഇൻ ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള. കേരളത്തിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡായി അറിയപ്പെടുന്നത് ആരാണ്? ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡായി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ദ രജിസ്ട്രാർ, ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഓഡിറ്റർ ജനറൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ആരാണ് ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡായി അറിയപ്പെടുന്നത്? ആരാണ് ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡായി അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അഥവാ DCA. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഓഡിറ്റിംഗ് വിങ്ങിൻ്റെ ഹെഡായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ആൾസോ നോൺ ആസ്. അഡ്മിനിസ്ട്രേറ്റീവ് വിങ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. ഏതാണ്? ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റി, ബി ഡയറക്ടേഴ്സ് ബോർഡ്, സി ജനറൽ വിങ്, ഡി ഓഡിറ്റ് വിങ്. ഏതാണ്? അപ്പോൾ നമുക്കറിയാം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് 2 വിങ്ങുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും രണ്ടാമത്തത് ഓഡിറ്റ് വിങ്ങുമാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും ഉണ്ട്, ഓഡിറ്റ് വിങ്ങും ഉണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ജനറൽ വിങ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ജനറൽ വിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അപ്പൻഡിക്സ് 2 ഓഫ് KCS ആക്ട് മെൻഷൻഡ് എബൌട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 അപ്പൻഡിക്സുകളാണ് KCS ആക്റ്റിലുള്ളത്. അത് അപ്പൻഡിക്സ് 2-ൽ എന്താണ് പറയുന്നത്? 2-ൽ എന്തിനെക്കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കൂ. എ വേരിയസ് രജിസ്റ്റേഴ്സ്, ബി ജനറൽ ബോഡി, സി ഫോംസ്, ഡി മോഡൽ ബൈലോ. ഏതാണ്? കറക്റ്റ് ആൻസർ സി ആണ്, ഫോംസുകളെക്കുറിച്ചാണ് പറയുന്നത്. വ്യത്യസ്ത ഫോമുകൾ 1 to 39 ഫോംസുകളാണുള്ളത്. അപ്പോൾ ഓരോ ഫോമുകൾ, ഇപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫോമാണ് ഫോം നമ്പർ 1, രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം നമ്പർ 1. അപ്പോൾ അങ്ങനെ 39 വരെയുള്ള ഫോമുകൾ, അതിനെക്കുറിച്ചാണ് അപ്പൻഡിക്സ് 2-ൽ പറയുന്നത്. അപ്പൻഡിക്സ് 2-ൽ പറയുന്നത് എന്താണ്? ഫോമുകളെക്കുറിച്ചാണ്. ഇപ്പോൾ KCS റൂളിൻ്റെ 2F-ലാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റൂൾ നിങ്ങൾക്കറിയാം, ഡെഫിനിഷനാണ്. വ്യത്യസ്ത ഡെഫിനിഷനെ കുറിച്ചാണ് റൂൾ 2-ൽ പറയുന്നത്. അപ്പോൾ 2F എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഫോമുകൾ. അപ്പോൾ ഓർത്തിരിക്കാൻ സുഖമാണ്, എഫ് ഫോംസ്. 2F-ലാണ് എന്ത് പറയുന്നത്? ഇതിനെക്കുറിച്ച്, ഫോമുകളെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പൻഡിക്സ് 2-ൽ എന്താ പറയുന്നത്? വ്യത്യസ്ത ഫോമുകളെക്കുറിച്ചാണ് പറയുന്നത്. ഷെഡ്യൂൾ 2 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. ഷെഡ്യൂൾ 2-ൽ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ വേരിയസ് രജിസ്റ്റേഴ്സ്, ബി ജനറൽ ബോഡി, സി ഫോംസ്, ഡി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? കറക്റ്റ് ആൻസർ സെക്ഷൻ 2 ECCയിൽ പറയുന്ന, ഡിഫൈൻ ചെയ്തിരിക്കുന്നു. 2 ECCയിലാണ് ഇതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് എന്തിൽ പറയുന്നത്, ഷെഡ്യൂൾ 2-ൽ പറയുന്നത്. അപ്പൻഡിക്സ് 2-ൽ നമ്മൾ പറഞ്ഞു വ്യത്യസ്ത ഫോമുകളെ കുറിച്ചാണ് പറയുന്നത്, വ്യത്യസ്ത ഫോംസ് ആണ്. എന്നാൽ ഷെഡ്യൂൾ 2-ൽ പറയുന്നത് എന്താണ്, ഷെഡ്യൂൾ 2-ൽ പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം, സെക്ഷൻ 2-ലാണ് ഡെഫിനിഷനെ കുറിച്ച് പറയുന്നത്. വ്യത്യസ്ത ഡെഫിനിഷനുകൾ ഏതിലാണ് പറയുന്നത്, സെക്ഷൻ 2-ലാണ്. 2ECCയിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രവാങ്കൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എവിടെ, ട്രവാങ്കൂറിൽ പാസ്സാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1913, ഓപ്ഷൻ ബി 1914, 1932, 1951. കറക്റ്റ് ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, 1914-ലാണ് ട്രവാങ്കൂറിൽ പാസ്സാക്കിയത്. എന്നാൽ 1913-ൽ എവിടെയാണ് പാസ്സാക്കിയത്? കൊച്ചിനിലാണ്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. 1914-ലാണ് ട്രവാങ്കൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയത്. 1951-ലോ കൊച്ചിനും ട്രവാങ്കൂറും ഒന്നായിട്ട് മാറി. അപ്പോൾ അവിടെ ട്രവാങ്കൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടാണ് 1951-ൽ നിലവിൽ വന്നത്. അപ്പോൾ ദ ട്രവാങ്കൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ 1914. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ. ഡാഷ് സെക്ഷൻ ഓഫ് KCS ആക്ട് മെൻഷൻഡ് അബൌട്ട് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് ഇതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ KCS ആക്ടിലെ ഏത് സെക്ഷനാണ് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെൻറ്റ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഓപ്ഷൻ എ 2, ബി 1, സി 3, ഡി 11. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. അതിൽ 1, സെക്ഷൻ 1-ലാണ് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഏറ്റവും റൂളും എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഒന്നാമത്തത് എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. രണ്ടാമത്തത് എന്താണ്? ഡെഫിനിഷനെ കുറിച്ചാണ് പറയുന്നത്. റൂളും ഡെഫിനിഷനെ കുറിച്ചാണ് പറയുന്നത്, അതുപോലെ സെക്ഷനും ഡെഫിനിഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ 1 and 2 റൂൾസ് ആൻഡ് സെക്ഷൻസ് ആർ സെയിം എന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് എ സൊസൈറ്റി ഹാവ് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിംഗ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്ട്സ് ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ. ഒരു സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നതാണ് ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം മൊത്തമാണ്. ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ്, ഇതിലെ മെമ്പർമാരെന്ന് പറയുന്നത് മറ്റു സൊസൈറ്റികളാണ്. അതുപോലെ മറ്റൊരു കാര്യം, സിമിലർ ഒബ്ജക്ട്സ് ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രാർ ആണ് ഇത് എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത്? അപ്പെക്സ് സൊസൈറ്റി ആയിട്ട്, ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഏതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? അസിസ്റ്റഡ് സൊസൈറ്റി, മൾട്ടിപർപ്പസ് സൊസൈറ്റി, അപ്പെക്സ് സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി. അപ്പോൾ ഏതാണ് ആൻസർ? അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പോൾ ആൻസർ കറക്റ്റ് ഏതാണ്? സി ആണ്. ആൻസർ സി ആണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് ഡാഷ് അപ്പെക്സ് സൊസൈറ്റി. അപ്പോൾ നോക്കൂ, അപ്പെക്സ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവ് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന തലത്തിൽ, അപ്പോൾ അതായത് ഒരു സംസ്ഥാനത്ത് മൊത്തമാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മറ്റു സൊസൈറ്റികൾ മാത്രമായിരിക്കും. അതുപോലെ ഇതിൻ്റെ അപ്പെക്സ് സൊസൈറ്റിയായിട്ട് പ്രഖ്യാപിക്കുന്നത് ആരാണ്? രജിസ്ട്രാർ ആയിരിക്കും എന്ന് ഓർക്കുക. സെക്ഷൻ 2A-യിലാണ് ഏതിനെക്കുറിച്ച് പറയുന്നത്? അപ്പെക്സ് സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 2A. ഇനി അടുത്ത് നോക്കൂ, ഡാഷ് മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് റിസീവ്ഡ് ദ ഗവൺമെൻറ് അസിസ്റ്റൻസ് ഇൻ ദ ഫോം ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് എനി അതർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഓപ്ഷൻ എ അസിസ്റ്റഡ് സൊസൈറ്റി, ബി മൾട്ടിപർപ്പസ് സൊസൈറ്റി, സി അപ്പെക്സ് സൊസൈറ്റി, ഡി സെൻട്രൽ സൊസൈറ്റി. ഏതാണ് ആൻസർ? ഒരു സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായം ലഭിക്കുന്നുണ്ട്. അത് ഷെയർ ക്യാപിറ്റൽ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു സഹായങ്ങളായിരിക്കാം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിരിക്കാം. അപ്പം അങ്ങനെ ഗവൺമെൻറ്റിന് സഹായം കിട്ടുന്ന സൊസൈറ്റികളെ പറയുന്ന പേരെന്താണ്?
അസിസ്റ്റഡ് സൊസൈറ്റി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആൻസർ ഇതാണ്. കറക്റ്റ് ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ, അസിസ്റ്റഡ് സൊസൈറ്റി. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അസിസ്റ്റഡ് സൊസൈറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2AA 2A നമ്മൾ എന്ത് പറഞ്ഞു? അപ്പെക്സ് സൊസൈറ്റി പറഞ്ഞു. 2AA എന്ത് പറയുന്നത്? അസിസ്റ്റഡ് സൊസൈറ്റി. അസിസ്റ്റഡ് സൊസൈറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് സെക്ഷനിലാണ്? 2AA. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സെക്ഷൻ 2B ഡിഫൈൻസ് ഡാഷ്. സെക്ഷൻ 2B ഡിഫൈൻ ചെയ്യുന്ന ഏതിനെ കുറിച്ചാണ്? ഓപ്ഷൻ എ രജിസ്ട്രാർ, ബി മൾട്ടിപർപ്പസ് സൊസൈറ്റി, സി അപ്പെക്സ് സൊസൈറ്റി, ഡി ബൈലോ. ഏതിനെ കുറിച്ചാണ് സെക്ഷൻ 2Bയിൽ പറയുന്നത്? നോക്കൂ, രജിസ്ട്രാറെ കുറിച്ചാണോ, മൾട്ടിപർപ്പസ് സൊസൈറ്റിയെ കുറിച്ചാണോ, അപ്പെക്സ് സൊസൈറ്റി ആണോ, ബൈലോ ആണോ? ആൻസർ ഈസ് ബൈലോ. 2Bയിൽ പറയുന്നത് എന്താണ്? ബൈലോയെ കുറിച്ചാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. 2Aയിൽ എന്താ പറഞ്ഞിരുന്നത്? അപ്പെക്സ് സൊസൈറ്റികളെ കുറിച്ച് പറഞ്ഞു, അപ്പെക്സ് സൊസൈറ്റി. 2Bയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ബൈലോയെ കുറിച്ച് പറയുന്നു. 2AA എന്താ പറഞ്ഞത്? 2AA അസിസ്റ്റഡ് സൊസൈറ്റി. അപ്പോൾ 3 ഓർക്കുക. 2A അപ്പെക്സ് സൊസൈറ്റി, 2B ബൈലോ, 2AA അസിസ്റ്റഡ് സൊസൈറ്റി. ഓർത്തിരിക്കുക, എ എന്ന് പറയുമ്പോൾ അപ്പെക്സ് നമുക്ക് ഓർമ്മ വരണം. എ ഫോർ അപ്പെക്സ്, ബി ഫോർ ബൈലോ. സി എന്തായിരിക്കും? 2C സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ 3 ഓർക്കാൻ സുഖമാണ്. എ അപ്പെക്സ് സൊസൈറ്റി, ബി ബൈലോ, സി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, 2AA അസിസ്റ്റഡ് സൊസൈറ്റി. ഈ 2A വരുന്നുണ്ടല്ലോ, ഈ എ നമ്മളെ മനസ്സിലേക്ക് ASS ആയിട്ട് പരിഗണിക്കുക. അസിസ്റ്റഡ് ASS നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്താ കിട്ടും നമുക്ക്? 2AA എന്ന് പറയുമ്പം അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2Bയിൽ എന്താ പറയുന്നത്? ബൈലോയെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡാഷ് മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിംഗ് ദ ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ്, ഒരു ഡിസ്ട്രിക്റ്റിൽ കൂടുതലാണ്. ആൻഡ് ഹാവിംഗ് ദ ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇതിലെ മെമ്പർമാരെന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്, അതുപോലെ ഇൻഡിവിജ്വൽസ് ഉണ്ട്, അതുപോലെ മറ്റ് സൊസൈറ്റികളുമുണ്ട്. ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ നമ്മൾ എന്താ പറയുന്നത്? അപ്പെക്സ് സൊസൈറ്റി എന്നാണോ, സെൻട്രൽ സൊസൈറ്റി എന്നാണോ, ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണോ, ഗവൺമെൻറ് സൊസൈറ്റി എന്നാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ ഈസ് സി ആണ് കറക്റ്റ് ആൻസർ. സി, ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ മെമ്പർമാരുണ്ടാവും? ഗവൺമെൻറ് ഉണ്ടാവും, അതുപോലെ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ടാവും. ഇത് നമ്മൾ പറയുന്ന പേരാണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. വിജിലൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിജിലൻസ് ഓഫീസർ മീൻസ് ദ വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ ഡാഷ്. വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? 68A, 63, 69A, 72. ഏതാണ് കറക്റ്റ് ആൻസർ? വിജിലൻസ് ഓഫീസറെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? 68A വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറയുന്നത്. വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറയുന്നത് ഏതാണ്? 68A. ഓക്കെ, അടുത്ത നോക്കൂ. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് മീൻസ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ ഡാഷ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഓഡിറ്റ് വിങ്ങിൻ്റെ, കോപ്പറേറ്റീവ് ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡായിട്ട് അറിയപ്പെടുന്നത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റാണ്. അപ്പോൾ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? ഓപ്ഷൻ എ 68A, ബി 63, സി 69A, ഡി 72. ഏത് പ്രകാരമാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സെക്ഷൻ 63 കറക്റ്റ് ആൻസർ ഏതാണ്? സെക്ഷൻ 63 പ്രകാരം. 68 ഏതായിരുന്നു? വിജിലൻസ് ഓഫീസറെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വിജിലൻസ് ഓഫീസർ 68A ആണ്. 63 ആരാണ് പറയുന്നത്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. 4 സെക്ഷൻ കൂടെ ഒരുമിച്ച് നോക്കാം. 68A എന്താ പറയുന്നത്? വിജിലൻസ് ഓഫീസറാണ്. 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. 69A എന്താണ്? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. 72 ലിക്വിഡേറ്റർ. ഈ 4 സെക്ഷനും പ്രത്യേകം ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് 68A വിജിലൻസ് ഓഫീസർ, 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, 69A വിജിലൻസ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ,
72 ലിക്വിഡേറ്റർ. അങ്ങനെ ഈ 4 സെക്ഷനും നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കൂ. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് PCARDB, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, കൺഫൈൻഡ് ടു എ ഡാഷ്. ഒരു PCARDBയുടെ പ്രവർത്തനം എവിടെ നിശ്ചയിച്ചിരിക്കുന്നു, അതിൻ്റെ പ്രവർത്തന പരിധി എവിടെയാണ്? ഓപ്ഷൻ എ താലൂക്ക്, ബി ഡിസ്ട്രിക്റ്റ്, മോർ ദാൻ വൺ താലൂക്ക്, നൺ ഓഫ് ദി അബവ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഒരു PCARDBയുടെ അതായത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ അധികാര പരിധി അത് പ്രവർത്തിക്കുന്ന എവിടെയായിരിക്കും? വിത്തിൻ എ താലൂക്ക്. ഒരു താലൂക്കിലായിരിക്കും അതിൻ്റെ പ്രവർത്തനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഗവൺമെൻറ് ഹാവ് ദ പവർ ടു ഫ്രെയിം ദ റൂൾസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. ഗവൺമെൻറ്റിന് റൂൾ ഉണ്ടാക്കാനുള്ള അധികാരം നൽകുന്ന സെക്ഷൻ ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ആക്ട് ഉണ്ടാക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്. ആക്ട് പാസ്സാക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. എന്നാൽ റൂളുകൾ ഉണ്ടാക്കുന്നത് ആരാണ്? റൂൾസ് ഉണ്ടാക്കുന്നത് ഭരിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ്റാണ് റൂൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്ടിനാണ് പ്രാധാന്യം. റൂളുകൾ ഒരിക്കലും ഏതിനെതിരായിട്ട് വരാൻ പാടില്ല? ആക്ടിനെതിരായിട്ട് വരാൻ പാടില്ല. ആക്ടിനാണ് പ്രാധാന്യം റൂളിനേക്കാളും. ഓക്കെ, അപ്പോൾ റൂള് പാസ്സാക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് റൂള് പാസ്സാക്കാനുള്ള അധികാരം നൽകുന്ന സെക്ഷൻ ഏതാണ്? ആക്ടിലാണ് സെക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ സെക്ഷൻ ഏതിലാണ് പറയുന്നത്? ഗവൺമെൻറ്റിന് റൂൾ ഉണ്ടാക്കാനുള്ള അധികാരം നൽകുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 109 ആണ്. ആൻസർ ഏതാണ്? ആൻസർ എ ആണ് ഓപ്ഷൻ 109. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആസ് പെർ സെക്ഷൻ 3 ഡാഷ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ, അതായത് ഫോർ ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തിന് ഒരു രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം സെക്ഷൻ 3 പ്രകാരം ആർക്കാണ്? ആരാണ് സ്റ്റേറ്റ് രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് ചുരുക്കി പറയാം. രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ ഇലക്ട്രൽ കോളേജ്, ബി ദ ഗവൺമെൻറ്, ദ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആർക്കാണ്? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിനാണ് രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം. അടുത്ത ദിവസം നോക്കൂ. ദ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ ഡാഷ് ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ അണ്ടർ ദ KCS ആക്ട്. ഇപ്പോൾ ഗവൺമെൻറ്റാണ് രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും? ഒന്ന് IAS ഓഫീസർ ആയിരിക്കണമോ, 2 IPS ഓഫീസർ ആവണോ, 3 ഗവൺമെൻറ് എംപ്ലോയി ആവണോ, ഡി എനി പേഴ്സൺ. അപ്പം ഗവൺമെൻറ്റിന് ആരെയാണ് രജിസ്ട്രാറായിട്ട് നിയമിക്കാൻ പറ്റുക? ഗവൺമെൻറ് മേ ബൈ ജനറൽ മൊത്തമായിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദി രജിസ്ട്രാർ. രജിസ്ട്രാറിൻ്റെ കുറച്ച് പവർ നൽകിയിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ അത് IAS ഓഫീസർ ആവണോ, IPS ആവണോ, ഗവൺമെൻറ് എംപ്ലോയി വേണോ, എനി പേഴ്സൺ? ആരാണ്? കറക്റ്റ് ആൻസർ ഡി ആണ്. എനി പേഴ്സൺ. ദ ഗവൺമെൻറ് ക്യാൻ അപ്പോയിൻറ്റ് എനി പേഴ്സൺ. ആര് വേണമെങ്കിലും ഗവൺമെൻറ്റിന് രജിസ്ട്രാർ അപ്പോയിൻറ്റ് എന്ത് ചെയ്യാം? അപ്പോയിൻറ്റ് ചെയ്യാം. ഓക്കെ, ആര് വേണമെങ്കിലും ഗവൺമെൻറ്റിന് സെക്ഷൻ 3 അത് പറയുന്നത്. ആര് വേണമെങ്കിലും എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം? എനി പേഴ്സൺ ക്യാൻ അപ്പോയിൻറ്റ് ആസ് രജിസ്ട്രാറായിട്ട് ഗവൺമെൻറ്റിന് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. എവറി സൊസൈറ്റി ഷാൾ കമൻസ് വർക്കിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. എല്ലാ സൊസൈറ്റികളും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ്? വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ കഴിഞ്ഞ് എത്ര സമയത്തിനുള്ളിലാണ് എല്ലാ സൊസൈറ്റികളും പ്രവർത്തനം ആരംഭിക്കേണ്ടത്? എ 3 months, ബി 4 months, 6 months, 1 year. ഏതാണ് കറക്റ്റ് ആൻസർ? 6 months ആണ്. എല്ലാ സൊസൈറ്റികളും 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പ്രവർത്തനം ആരംഭിക്കണം. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? സി ആണ്, 6 months.
6 മാസത്തിനുള്ളിൽ എല്ലാ സൊസൈറ്റികളും എന്ത് ചെയ്യണം? പ്രവർത്തനം ആരംഭിക്കണം. Within dash months from the date of registration of a society, the chief promoter shall convene the first general body meeting. ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് എത്ര മാസത്തിനുള്ളിലാണ് ചീഫ് പ്രൊമോട്ടർ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് നടത്തേണ്ടത്? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എത്ര മാസത്തിനുള്ളിൽ നടത്തണം? വിത്തിൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 3 മാസത്തിനുള്ളിൽ നടത്തണം. അപ്പോൾ പ്രവർത്തനം ആരംഭിക്കേണ്ടതാണ്, വർക്കിംഗ് ആരംഭിക്കേണ്ടത് വിത്തിൻ 6 മന്ത് ആണ്. എന്നാൽ ഫസ്റ്റ് ജനറൽ ബോഡി വിത്തിൻ 3 മന്ത്സ് നടത്തണം. അപ്പോൾ 3, 6 ഓർത്തിരിക്കുക. 3 മാസത്തിനുള്ളിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് നടത്തണം, 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.